ഈ ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ ഏറ്റവും സങ്കീർണമായിട്ട് നിൽക്കുന്നത് പലപ്പോഴും പറയാറുണ്ട്, ഇവിടുത്തെ ഭൂമിയുടെ പ്രശ്നങ്ങളാണ്, അല്ലെ, വനത്തിന്റെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഒരു കാര്യം മാത്രമേ എനിക്ക് അവതരിപ്പിക്കാനുള്ളൂ. ഈ പറയുന്ന വനം വകുപ്പ് എന്ന് പറയുന്നത് അത് ഒരു സ്റ്റേറ്റിന്റെ അധികാരത്തിൽപ്പെട്ടതായിരുന്നു. പക്ഷേ അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ട് എത്തിച്ചു. ആ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ട് എത്തിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് കേന്ദ്രം ഇടപെടുകയാണ്. ആ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ട് എത്തിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അതിനകത്ത് നമ്മുടെ ഭരണഘടനയിലെ 42ാം വകുപ്പിൽ ഭേദഗതി ചെയ്താണ്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് 4 പ്രാവശ്യം അമൻമെന്റ് നടത്തി, ഭേദഗതി നടത്തിയതാണ്. BJP സർക്കാർ ഇതിനകത്ത് 3 പ്രാവശ്യം ഭേദഗതി നടത്തി. പക്ഷെ ആ ഭേദഗതികൾ നടത്തുമ്പോഴെല്ലാം പൂർണ്ണമായും ജനവിരുദ്ധമായ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അടിസ്ഥാനപരമായി ഇതാണ് പ്രശ്നം. അത് പട്ടയം കൊടുക്കേണ്ട കാര്യത്തിലാകട്ടെ, അത് വന്യമൃഗ സംരക്ഷണത്തിന്റെ കാര്യത്തിലാകട്ടെ, അത് ബഫർ സോണിന്റെ കാര്യത്തിലാകട്ടെ, ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്കത് കാലാവസ്ഥ പരിസ്ഥിതിയാണെന്ന് ബന്ധപ്പെട്ട് ഇതാണ് അടിസ്ഥാന പ്രശ്നമായിട്ട് മാറുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വിഷയം പരിഹരിക്കുവാനായിട്ട് UDFനും ഒരു ഉത്തരവാദിത്വമില്ലേ? ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് അവർ തയ്യാറാണ്. ഇവിടെ ബോധപൂർവം രാഷ്ട്രീയ പ്രേരിതമായി LDFനെ, ഇടത് സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളത് ലക്ഷ്യം മാത്രമേ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നിയമസഭ അങ്ങ് എടുത്തു നോക്കി, ഏറ്റവും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുന്നത് ഇടത് സർക്കാർ തന്നെ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഏത് കാര്യവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. ഏത് കാര്യവും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ചർച്ച ചെയ്തു, അത് ശബരിമലയുടെ വിഷയമാകട്ടെ, ഏത് വിഷയമാകട്ടെ, അത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ സമരവും പ്രതിഷേധവും മാത്രമാക്കിക്കൊണ്ട് ഒരു 5 വർഷം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത മറുവശം നോക്കിക്കേ, കേന്ദ്രത്തിൽ എന്താ കാണുന്നത്? അവിടെ കോൺഗ്രസ് പറയുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നു, നേരെ വിപരീതമാണ്. അവിടെ ചർച്ച ചെയ്യണം. അവിടെ ചർച്ച ചെയ്യാൻ ഇന്ന് BJP തയ്യാറാണ്. BJP ഇന്ന് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. ഒരു കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറല്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തിന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊടുത്തു. ഒരു അടിയന്തര പ്രമേയം എടുക്കാൻ BJP തയ്യാറായിട്ടില്ലല്ലോ. അവിടെയും കേരളത്തിലുള്ളവർ രാഷ്ട്രീയം നോക്കാതെ ഒരുമിച്ച് നിന്ന് പോരാടുകയുണ്ടാകുന്നു. ഇന്ന് നിങ്ങൾ വായിച്ചു കാണും. എന്താണ് വായിച്ചത്? അത് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് കേന്ദ്രം അവിടുന്ന് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ചോദ്യങ്ങളാണ് സാധാരണ രീതിയിൽ മന്ത്രിമാരോടുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെ? ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ മന്ത്രി തരണം. ഇതുവരെ ഞാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് രാജ്യസഭയിലോ ലോക്സഭയിലോ പ്രധാനമന്ത്രി വരും, ഇടയ്ക്ക് ഒരു ദിവസം വരും, 1 മണിക്കൂറിലേക്ക്, അത് ആഴ്ചയിൽ 1 വരുന്നത്. ഇതുവരെ ഒരു ചോദ്യത്തിനും ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരെ തരുന്നത് അത് എന്തെങ്കിലും ഒരിക്കലും അദ്ദേഹം ഒരു 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 എന്താണ് പ്രസിഡന്റിന്റെ ഒരു മോഷൻ ഓഫ് താങ്ക്സിന് ചിലപ്പോൾ അവസാനം എല്ലാവരെയും ആക്ഷേപിക്കുവാൻ വേണ്ടി ഒരു പ്രസംഗിക്കും എന്നുള്ളതിന് അപ്പുറമൊന്നുമില്ല. പക്ഷെ അത് എന്താണ്? അത് ആ ചോദ്യങ്ങളിലൊക്കെ PM കെയറിന്റെയും ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിലും, അത് നമ്മുടെ
നമ്മുടെ മിലിറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ നൽകില്ല. അത് ചോദിക്കണ്ട എന്നുള്ളതാണ്. എന്ത് ജനാധിപത്യമാണ്! പാർലമെന്റിനകത്ത് ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം നൽകുന്നില്ലെങ്കിൽ എന്താണ്? പാർലമെന്റിന്റെ ആ സ്വാധീനം അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഇമ്പോർട്ടൻസ് കളഞ്ഞുകൊണ്ട് പോകുന്നു.